ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതാണോ എന്നാണ് ഇടതുപക്ഷം ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടേത് വെറും പൊള്ളയായ പ്രഖ്യാപനങ്ങൾ എന്നാണ് അവരുടെ വിധിയെഴുത്ത്. മന്ത്രിമാരും നേതാക്കളും എല്ലാവരും ആ വഴിക്കാണ് പ്രചരിപ്പിക്കുന്നതും. രാഹുലിന്റെ ഗ്യാരണ്ടി കേരളം മുഖവിലക്കെടുക്കില്ല എന്നും UDFന്റെ ഇരുണ്ട കാലം ജനങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത പ്രഖ്യാപനങ്ങളാണെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനം. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതുന്നില്ല എന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം. കേൾക്കാം. അപ്പൊ ആ വിസ്മയം കണ്ട് അമ്പനായി പോയ ആളുകൾ എന്തെങ്കിലും പറയണ്ടേ എന്ന് വെച്ച് പ്രഖ്യാപനം നടത്തിയതല്ലാതെ ആരും അതത്ര ഗൗരവത്തിലെടുക്കാൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇരുണ്ട കാലം ഇപ്പൊ ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിയല്ലോ. ആ ഇരുണ്ട കാലം ഉള്ള ആളുകൾ ഇത്തരം പ്രഖ്യാപനങ്ങളെയൊക്കെ ആ കേൾക്കുന്ന മാത്രയിൽ തന്നെ പുച്ഛിച്ച് തള്ളുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ കോൺഗ്രസ് അല്ലേ BJPക്ക് വേണ്ടി പരാതി കൊടുത്തിട്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഇത്രയും കാലം ജയിലിലടച്ചതിന് രാഹുൽ ഗാന്ധിക്ക് സന്തോഷിക്കാമല്ലോ. കാരണം കോൺഗ്രസ് അല്ലേ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടയ്ക്കാനുള്ള പരാതി കൊടുത്തത്. UDF നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവുണ്ട്. UDF ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇതിൽ പറയുന്ന എന്തെങ്കിലും കാര്യം അവർ ജനം വിശ്വസിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നടക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. ദുരന്തത്തിൽ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ആ കാര്യം പോലും പ്രഖ്യാപനം നടത്തിയ ശേഷം ഒരു വീടെങ്കിലും വെച്ച് കൊടുത്തിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത UDF ആണോ ഇനിയിപ്പോൾ കേരളത്തിൽ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്? വെറും തട്ടിപ്പാണ്. ഉദ്യോഗയാത്രയിൽ അദ്ദേഹം വന്നിട്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ ജനങ്ങളാണത് വിലയിരുത്തേണ്ടത്. 18 മാസക്കാലം ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കാതിരുന്ന ആളുകൾ ഇപ്പൊ ശമ്പള പരിഷ്കരണവും മറ്റ് ആനുകൂല്യങ്ങളും ഈ ഗവൺമെന്റ് പറയുമ്പോൾ അത് വളരെ അധികമാണ്, സംസ്ഥാനത്തെ കുഴപ്പത്തിലാക്കാനാണ് എന്ന് പറയുന്ന ആളുകളാണ് UDF. അവരുടെ നേതാവെന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് KSRTCയിലെ സൗജന്യ യാത്രയാണ്. KSRTC എന്ന് പറയുന്ന സംഭവം അവരുടെ കാലത്ത് കൃത്യമായി ഓടുന്നില്ലായിരുന്നു എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഓടാത്ത ബസ്സിൽ സൗജന്യം കൊടുക്കും എന്ന് പറയുന്നതാണ് UDFന്റെ കാലത്ത് ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. KSRTC ജീവനക്കാരുടെ പെൻഷൻ ഉൾപ്പെടെ കൃത്യമായി ഓരോ മാസവും സംസ്ഥാന സർക്കാർ 73 കോടി രൂപ കൊടുത്തിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ശമ്പളം കൊടുക്കാൻ ഓരോ മാസവും ഇപ്പോഴത്തെ സ്ഥിതിയിൽ 50 കോടി രൂപ വെച്ച് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷനും സ്ത്രീ സുരക്ഷാ പദ്ധതി 30 ലക്ഷം പേർക്കാണ്. ഇപ്പോൾ 10 ലക്ഷം പേർക്കെ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. ആപ്ലിക്കേഷൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 1000 രൂപ വെച്ചാണ് മാസം. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി കൊടുക്കുന്നതാണ്. ആ കൊടുക്കുന്ന പദ്ധതിയുടെ കാര്യമാണ്. ഇതിപ്പോൾ എന്തും നമുക്ക് സ്വപ്നം കാണാം, പറയാം. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നടപ്പിലാക്കണ്ട എന്നുള്ള തരത്തിലാണ് UDF ഇതിനെ കാണുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പൊള്ളയാണ്, കള്ളമാണ്, വിശ്വസിക്കില്ല. ഇങ്ങനെയാണ് ഇടതുപക്ഷ നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ ഗ്യാരണ്ടിയെ പ്രതിരോധിക്കുന്നത്.